Beshandra Karaba Kurasia, Urini Vidigereshiko Rasikaba, Baradigirashiandarabe, Urini Vidigereshiko Rasikaba, 11 പ്രാർത്ഥനയോടെ കൂടെ ആയിരുന്നാട്ടെ. ദേവദാസൻ ഇപ്പം കയറും. Hallelujah, Rimano Shiko Rasikaba Barala. We lift up your name, Jesus, Daddy. Let your name be glorified, Daddy. ശോഭരാജ് പാസ്റ്ററിനെ നമ്മുടെ റെഗോബോ സൂപ്പർനാച്ചുറൽ മിറക്കിൾ ഗൂഗിൾ പ്രൈം മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെ ശുശ്രൂഷിച്ചാലും എല്ലാവരും പ്രാർത്ഥനയോടെ കൂടെ ഇരുന്നാട്ടെ. കേൾക്കാം പാസ്റ്റർ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവത്തിന്റെ വലിയ നിയോഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം സ്തോത്രം കർത്താവിന്റെ ദാസിയുമായിട്ട് ദൈവം തന്നൊരു വെളിപ്പാട് ഞാനിങ്ങനെ ആൻറ്റിയുമായിട്ട് പങ്കുവെക്കാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇപ്പോഴത്തെ ആത്മീക മേഖലയിൽ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ആത്മീക അനുഗ്രഹത്തിൽ ശരിക്കും പറഞ്ഞൊരു ആത്മീക അനുഗ്രഹമാണ് ഇന്ദുലേഖ ആൻറ്റി. സ്തോത്രം. ഞങ്ങളുടെ ആത്മീയ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ എനിക്കും എൻ്റെ വൈഫിനും മാത്രമല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ദൈവദാസിമാർക്കൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കാനൊക്കെ വളരെ സഹായകരമാണ്. അതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കരയിക്കുന്നു. ഇന്ന് രാത്രി ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു റെവലേഷൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഈ തുടർമാനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ഞാനത് പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രികാലം ഞാൻ ആ വചനം തന്നെ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ഈ ഗ്രൂപ്പിനകത്തുള്ള എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ പ്രത്യേകിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കരിക്കുന്നു. എല്ലാവരോടും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഇന്ന് രാത്രികാലം ഞാൻ അറിയിക്കുകയാണ്. എല്ലാവരും കർത്താവ് ധാരാളമായും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി ഇന്ന് രാത്രികാലം അറിയുവാൻ സ്തോത്രം സ്വർഗ്ഗം ദൈവം ഇടയാക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് സ്തോത്രം ഹല്ലേലൂയ. നല്ലൊരു കാലാവസ്ഥ, വലിയ മഴയുടേതാകുന്ന കാലാവസ്ഥയൊക്കെ മാറി നല്ലൊരു കാലാവസ്ഥയിലേക്ക് സ്തോത്രം ഞങ്ങളുടെ ദേശത്തൊക്കെ അങ്ങനെ ഉണ്ട്, നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നല്ലൊരു അന്തരീക്ഷത്തെ തന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ലൊരു ആത്മീക അന്തരീക്ഷവും ദൈവം നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിനാൽ നൽകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനത്തിനകത്തേക്ക് കയറാം. സ്തോത്രം ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രികാലം ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. സ്തോത്രം. പലപ്പോഴും ഞാൻ ദൈവസഭയിൽ പറയുകയും ഓർപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്തോത്രം. നാം ദൈവത്തെ എങ്ങനെ സമീപിക്കണം? അവൻ വലിയവനായതുകൊണ്ട് അവന്റെ പക്കൽ നിന്നും ഏറ്റവും വലിയത് നമ്മൾ പ്രതീക്ഷിക്കണം. അവൻ ശക്തനായതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും ശക്തമായത് പ്രതീക്ഷിക്കണം. അവൻ സ്തോത്രം ഹല്ലേലൂയ സർവജ്ഞാനി ആയതുകൊണ്ട് നാം ദൈവത്തിൽ നിന്ന് ഏറ്റവും ജ്ഞാനമുള്ളത് പ്രതീക്ഷിക്കണം. ദൈവത്തെ എങ്ങനെയാണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ആ നിലകളിൽ കർത്താവ് നമ്മോട് ഇടപെടും. ആ നിലകളിൽ കർത്താവ് നമ്മോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് രാത്രിക്കാലം നമുക്ക് ആഴമായി ദൈവസന്നിധിയിലേക്ക് ഒരു ചെറിയ ദൈവിക വെളിപ്പാട് കഴിഞ്ഞ ദിവസങ്ങൾ ദൈവം എനിക്ക് തന്ന ദൂതിനകത്തേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. സ്തോത്രം ചെയ്യുന്നു. അതിന് അടിസ്ഥാനമായി ചില വചനങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു പോകും. സ്തോത്രം. കർത്താവ് ആ വിഷയങ്ങൾ തൊട്ടുപോകുവാൻ ദൈവാത്മാവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതവും മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം കർത്താവെ ഞങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് തന്ന വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവം ഞങ്ങളോട് ശക്തമായി സംസാരിക്കും. ഇന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുന്നവരെ ദൈവത്തോടും ഇന്ന് രാത്രി ഞങ്ങളുടെ ജീവിതങ്ങളിൽ തിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളകത്ത് പുതിയ വഴിത്തിരിവുകൾ കർത്താവിനാൽ സംഭവിക്കുന്ന രാത്രിയായി തീരുമെന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുകയാണ്. എല്ലാ പ്രതികൂലങ്ങളും മാറും, കാറ്റ് മാറും, കടലിളകി നിൽക്കുന്നത് മാറും, കടഭാരങ്ങൾ ഒതുങ്ങും. സർവശക്തനായ ദൈവത്തിന്റെ നാമം ഇന്ന് രാത്രിയും
അസാധാരണമായി മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇന്ന് രാത്രികാലം ഞങ്ങൾ നിന്റെ സ്ഥലത്തിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം ഒന്ന് തൊട്ടാട്ടെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവം ഒന്ന് തൊട്ടാട്ടെ. കർത്താവേ, ഇന്ന് രാത്രി പറയപ്പെടുന്ന ഓരോ വചനങ്ങളും ഓരോ ദൂതുകളും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ആഴമായി ഒന്ന് സ്പർശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന്റെ ആത്മാവ് ഒന്ന് തൊടേണ്ടതിന് ഞങ്ങൾ ആത്മാവിൽ ദൈവസന്നിധിയിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. അന്തരീക്ഷങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തമായി ദൈവീക കരം യേശുവിന്റെ നാമത്തിൽ ശക്തമായി തന്നെ ദൈവീക കരം ഇടപെടട്ടെ എന്ന് ഞാൻ ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി കാലം ശക്തമായി ഇടപെട്ടാതെ ഞങ്ങൾ ഒരുമിച്ച് ദൈവിക സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അമ്മേ, കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി സകല മഹത്വവും സർവകൃപാലുവായ ദൈവത്തിന് കരയേറ്റുകയാണ്. ഇന്ന് രാത്രികാലം സ്തോത്രം, ഞാനൊരു ദൈവിക ദർശനത്തിനകത്തേക്ക്, ഒരു ദൈവിക വെളിപ്പാടിനകത്തേക്ക് കയറുകയാണ്. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു ദൈവിക വെളിപ്പാട് ഞാൻ നിങ്ങളെ ആത്മാവിൽ നിന്ന് പഠിപ്പിക്കുകയാണ്. അതിനകത്തേക്ക് ഇന്ന് രാത്രികാലം ഒന്ന് കയറുകയാണ്. അതുകൊണ്ട് പ്രത്യേക ഒരു വചനം അതിന് അധിഷ്ഠിതമായിട്ട് ഞാൻ ഇന്ന് രാത്രി വായിക്കുന്നില്ല. പക്ഷെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന വെളിപ്പാട് വിവിധ വേദഭാഗത്തിനകത്തുകൂടെ ഇന്ന് രാത്രികാലം നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനകത്തേക്ക് കയറുമ്പോൾ വലിയ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെ എൻ്റെ പ്രാർത്ഥനയിൽ ഞാനും ദൈവദാസനും ദൈവദാസിയും എൻ്റെ വൈഫും ശക്തമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഇറങ്ങി വന്നു. ഞാനൊന്ന് ജസ്റ്റ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ദൈവദാസനും ദൈവദാസിയും ഒക്കെ ഭയങ്കരമായിട്ട് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. എടുത്തെറിയുന്നത് പോലെ അഭിഷേകം അവരെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അന്ന് ദൈവം തുറന്നു തന്ന ആ വലിയ ദർശനം, ദൈവം തുറന്നു തന്ന ആ ദൈവിക വെളിപ്പാട് ഇന്ന് രാത്രികാലം നമ്മളെയും ചലിപ്പിക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. പ്രിയരെ, ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു കർത്താവിന് സുവിശേഷം പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. യേശു കർത്താവ് പ്രവർത്തിച്ച ഒരു രീതി ഉണ്ടായിരുന്നു. യേശു കർത്താവ് പ്രാർത്ഥിച്ച ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ നിലകളിലാണ് കർത്താവ് ഈ ലോകത്തെ നമ്മെ ശുശ്രൂഷിച്ചത്. എന്നാൽ ഇന്ന് രാത്രികാലം യേശു കർത്താവ് സംസാരിച്ച സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയുവാൻ വേണ്ടി ഹല്ലേലൂയ കടന്നു വരുന്നത്. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്. യേശുവിന്റെ സുവിശേഷം ഇങ്ങനെയായിരുന്നു. മനുഷ്യൻ എവിടെ പറഞ്ഞു നിർത്തിയോ അവിടുന്ന് യേശു ദൈവരാജ്യത്തെ പറഞ്ഞു തുടങ്ങി. ആമേൻ. എത്ര പേർക്ക് ഇത് ആത്മാവിൽ ഇത് റിസീവ് ചെയ്യാൻ കഴിയുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ പറയാം, മനുഷ്യർ എവിടെയാണോ പറഞ്ഞു നിർത്തിയത് അവിടുന്ന് യേശു ദൈവരാജ്യത്തെ പറഞ്ഞു തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ പറയുകയാണ്, ഒരു സന്ദേശം നേരിട്ട് ഞാൻ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. കർത്താവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് വളരെ ശക്തമായി തന്നെ വ്യാപരിക്കട്ടെ. ഈ അന്തരീക്ഷത്തിനകത്ത് ഇന്ന് രാത്രി തുറന്നു വെച്ചിരിക്കുന്ന എല്ലാ നന്മകളും, എല്ലാ ദൈവിക ശബ്ദങ്ങളും, ഇന്ന് രാത്രികാലം ദൈവിക വെളിപ്പാടുകളും നിങ്ങളുടെ അകത്തളങ്ങളിലേക്ക് പ്രകാശിക്കട്ടെ. ഞാൻ ഒന്നുകൂടി ആ വാക്ക് ആവർത്തിക്കുകയാണ്. മനുഷ്യൻ പറഞ്ഞു നിർത്തിയെടുത്തെന്നാണ് യേശു ദൈവരാജ്യം പറഞ്ഞു തുടങ്ങിയത്. പ്രിയരെ, ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയുക ാണ് ലോകം പറഞ്ഞു നിർത്തിയെടുത്തെന്നാണ് യേശു ദൈവരാജ്യത്തെ പറഞ്ഞു കൊടുത്തത്. അല്ലെങ്കിൽ യേശുവിനെ കേൾക്കുന്ന കേൾവിക്കാർക്ക് യേശു ദൈവരാജ്യത്തെ കൊടുത്തത് എവിടെയാണോ മനുഷ്യൻ പറഞ്ഞു നിർത്തിയത് അവിടെ നിന്നാണ് യേശു ദൈവരാജ്യത്തെ പറഞ്ഞു തുടങ്ങിയത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയാണോ നിങ്ങൾ പറഞ്ഞു നിർത്തിയത് അവിടെ നിന്ന് യേശു ദൈവരാജ്യത്തെ പറഞ്ഞു തുടങ്ങുകയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആമേ സ്തോത്രം. എന്റെ രാത്രികാലം ഞാൻ അതിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവരാജ്യത്തെ
പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയില്ല. അവർ തന്നെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കർത്താവ് തന്നെ പറയുന്ന കാര്യമുണ്ട്. സ്തോത്രം, ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നെങ്കിലും ഇതിന്റെ മർമ്മങ്ങൾ ഗ്രഹിച്ചു കിട്ടിയിരിക്കുന്നത് ഇത് ശിഷ്യന്മാർക്ക് മാത്രമാണ്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ശിഷ്യന്മാർക്ക് വരം ലഭിച്ചിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നാൽ ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് വേണ്ടി സ്വർഗം തുറന്നു തന്നിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവിക രഹസ്യങ്ങളെ നമ്മിലേക്ക് ദൈവം തുറന്നു തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ ഹൃദയത്തെ ദൈവം നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ ഹൃദയത്തെ ദൈവം നമുക്ക് തുറന്നു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ, ദൈവിക കാര്യങ്ങളെ, ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന രഹസ്യങ്ങളെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. വചനം പറയുകയാണ്, സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ മർമ്മമായിരുന്നു. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആ സഭയ്ക്കകത്ത് നിൽക്കുന്നെങ്കിൽ ഒരർത്ഥമാണ് ദൈവത്തിന്റെ തിരുഹൃദയത്തിനകത്ത് കിടന്ന സത്യം അതിനകത്തേക്ക് എന്നെയും നിങ്ങളെയും ദൈവം നയിച്ചിരിക്കുകയാണ്. എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നല്ല, അതിലേക്കുള്ള വഴി തുറന്നിരിക്കുന്നു എന്നല്ല, എന്നെയും നിങ്ങളെയും ദൈവം ആ വലിയ സത്യത്തിനകത്ത് ആക്കി നിർത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ പറയുകയാണ്, യേശു പറഞ്ഞു തുടങ്ങിയത് മനുഷ്യൻ എവിടെ പറഞ്ഞു നിർത്തിയോ അവിടെ നിന്നാണ് യേശു പറഞ്ഞു തുടങ്ങിയത്. എന്താ? ദൈവരാജ്യത്തെ കുറിച്ച്. നോക്കണേ, സ്നാപകയോഹന്നാൻ ഒരു അസാധാരണമായ ശുശ്രൂഷ ചെയ്യുകയാണ്. ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്നാപകയോഹന്നാൻ വിളിച്ചു പറയുകയാണ്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ വരുന്നു. സ്നാനപ്പെടുത്തി കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്നത് സ്നാപകൻ കണ്ടു. സ്തോത്രം, ഉറപ്പായി സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന്റെ കരം അവിടെ ചലിച്ചു. അവിടെ മുതൽ കർത്താവിന്റെ ശുശ്രൂഷയുടെ ജീവിത കാലഘട്ടങ്ങളിൽ മനുഷ്യന്റെ കണ്ണ് തിരിപ്പിക്കുന്ന, മനുഷ്യന്റെ ഹൃദയത്തെ തിരിച്ചു പിടിക്കുന്ന, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത പുതിയ വാക്കുകളെ, പുതിയ ആശ്വാസത്തിന്റെ വാക്കുകളെ, പുതിയ ദൈവിക രഹസ്യങ്ങളെ യേശു ഭൂമിയിലേക്ക് കൈമാറുകയായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ സ്തോത്രം, 3.5 വർഷക്കാലത്തെ ശുശ്രൂഷ, അതിന്റെ ഒടുവിലത്തെ ക്രൂശ് മരണം, സ്വർഗീയ പദ്ധതികളും ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളും ദൈവിക രഹസ്യങ്ങളും ദൈവത്തിന്റെ പദ്ധതിയുടെ നിർവഹണവും അസാധാരണമായി തുറന്നു വയ്ക്കുന്ന ഒരു 3.5 യേശു ഭൂമിയിൽ ചെയ്തു. പലർക്കും ഇത് അതിന്റെ രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഞാൻ ഈ ഒരൊറ്റ പോയിന്റിനകത്ത് മാത്രം കയറി നിന്ന് ഞാൻ പറയുകയാണ്, മനുഷ്യൻ എവിടെ പറഞ്ഞു നിർത്തിയോ അവിടെ നിന്നാണ് യേശു ദൈവരാജ്യത്തെ പറഞ്ഞു തുടങ്ങിയത്. സ്തോത്രം. ആ വാക്കുകൾ നിങ്ങളുടെ അകത്തേക്ക് ലഭിക്കേണ്ടതിനായിട്ട് ഞാൻ ചില വചനങ്ങളെ ഞാനിങ്ങനെ ഉദ്ധരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പെട്ടെന്ന് ഈ ആശയത്തെ ഒന്ന് കൈമാറാൻ വേണ്ടിയിട്ട് സ്തോത്രം, ഞാനൊരു വചനം ഇങ്ങനെ പറയുകയാണ്. ഒരിക്കൽ ഒരു അമ്മയ്ക്ക് തൻ്റെ ഏക മകനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചുപോയപ്പോൾ സാധാരണ നാം ചെയ്യുന്നത് പോലെ മരണപ്പെട്ട വീട്ടിനകത്ത് മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിയെ അത് ക്രമീകരിക്കപ്പെട്ട് ഒരു സ്ട്രക്ചറിലാക്കി അതിന്റെ കൃത്യ സമയത്തിനകത്ത് അതിനെ അടക്കം ചെയ്യേണ്ടതിന് വേണ്ടി എടുത്തു കൊണ്ടുപോകുന്ന വഴിക്ക് യേശു ആ മഞ്ചത്തിൽ കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടിട്ട് യേശു ആ മഞ്ചത്തെ പിടിച്ചു നിർത്തി. നോക്കിക്കോണേ, സ്തോത്രം, നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ രാത്രിക്കാലം ഈ വെളിപ്പാടിനകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്തോത്രം, വളരെ വലിയ അറ്റൻഷൻ ഇതിനകത്ത് വേണം. പലർക്കും മരിച്ചവനെ കണ്ടപ്പോൾ അടക്കണം എന്നുള്ള തീരുമാനത്തിനകത്തേക്കും ആ തോന്നലിനകത്തേക്കും അവരെ കൊണ്ടുവന്നു. പക്ഷെ യേശുവിന് അവനെ കണ്ടപ്പോൾ എഴുന്നേൽപ്പിക്കണമെന്ന് തോന്നി. ദൈവം അത് നടപ്പാക്കുകയും ചെയ്തു. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, മനുഷ്യൻ എവിടെ പറഞ്ഞു നിർത്തിയോ അവിടെ നിന്നാണ് യേശു ദൈവരാജ്യത്തെ പറഞ്ഞു തുടങ്ങിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എവിടെയാണോ പറഞ്ഞു നിർത്തിയത് അവിടെ നിന്നാണ് യേശു ദൈവരാജ്യത്തെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താൻ തുടങ്ങിയത്. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാനുഷികമായി നിങ്ങൾ എവിടെയാണോ വഴി അടഞ്ഞു നിൽക്കുന്നത് അവിടെ മുതലാണ് യേശു ദൈവരാജ്യത്തെ വെളിപ്പെടുത്തി തുടങ്ങുന്നത്.
നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. സ്തോത്രം, ഹല്ലേലൂയ. കാനാവിലെ കല്യാണത്തിന് സ്തോത്രം വീഞ്ഞ് തീർന്നുപോയി. മനുഷ്യൻ പറഞ്ഞു തീർന്നെടുത്തു നിന്ന് യേശു ദൈവരാജ്യത്തെ വെളിപ്പെടുത്തി തുടങ്ങി. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാത്രി ആ ദൈവിക വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറട്ടെ. ഇന്ന് രാത്രിക്കാലം ആ ദൈവിക ദർശനം നിങ്ങളുടെ അകത്ത് കയറട്ടെ. അപ്പോൾ മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്നും യേശു അവനെ എഴുന്നേൽപ്പിച്ചു. എങ്ങനെ? ദൈവരാജ്യത്തിന്റെ ശക്തിയാൽ, ദൈവിക രാജ്യത്തിന്റെ ശക്തിയാൽ മരിച്ചവനെ എഴുന്നേൽപ്പിച്ച് നിർത്തി അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. എന്ന പദത്തിന്റെ അർത്ഥം എന്തെന്നാൽ മനുഷ്യൻ പറഞ്ഞു നിർത്തുന്നിടത്തുനിന്ന് യേശു ദൈവരാജ്യത്തെ വെളിപ്പെടുത്താൻ തുടങ്ങി. രാത്രിക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾ ബൈബിളിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാത്രമേ കാണാൻ കഴിയൂ. മനുഷ്യൻ പറഞ്ഞു നിർത്തുന്നിടത്തു നിന്ന് യേശു ദൈവരാജ്യത്തെ പറഞ്ഞു തുടങ്ങി. എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യത്തെ കുറിച്ച് യേശു പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്. മനുഷ്യൻ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് യേശു ദൈവരാജ്യത്തെ പറഞ്ഞു തുടങ്ങി. സ്തോത്രം. കർത്താവിന്റെ വചനം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം വായിച്ചു വരുമ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: ദ്രവത്വമായത് മാറി അദ്രവത്വമായത് വെളിപ്പെട്ടു വരും. അപ്പൊ വചനം എന്താ ഉദ്ദേശിക്കുന്നത്? വചനം എന്താ പറഞ്ഞു വരുന്നത്? മനുഷ്യൻ പറഞ്ഞു നിർത്തുന്നിടത്ത് നിന്ന് സ്വർഗീയമായത്, ദൈവരാജ്യത്തിൻ്റെതായത് വെളിപ്പെട്ടു വരുന്നുവെന്നല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ഈ ലോകത്തിന്റെ സകല സ്വാധീനതകളും, ഈ ലോകത്തിന്റെ സകല ചിന്തകളും, ഈ ലോകത്തിന്റെ സകല മോഹങ്ങളും, ഈ ലോകത്തിന്റെ സകല ആവേശവും അഴുക്കുകളും അവൻ നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് മാറിയിട്ട് ഇന്ന് രാത്രി മുതൽ ദൈവരാജ്യത്തിന്റെ പുതിയ തുടക്കങ്ങൾ, ദൈവരാജ്യത്തിന്റെ പുതിയ ആരംഭങ്ങൾ ഇന്ന് രാത്രി നമ്മുടെ ശുശ്രൂഷകളിൽ, ആത്മീക ജീവിതത്തിനകത്ത്, വചന ധ്യാനത്തിനകത്ത്, വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കകത്ത് ഇന്ന് രാത്രി മുതൽ വെളിപ്പെട്ട് വരട്ടെ. നിങ്ങൾ ദാഹത്തോടു കൂടെ ഇരുന്നാൽ എനിക്കത് ആ നിലകളിൽ ശുശ്രൂഷിക്കാൻ നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എനിക്കറിയാം എന്റെ കയ്യിൽ കർത്താവിനിക്ക് തന്നിരിക്കുന്ന വളരെ ശക്തമായതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ ഒന്നുകൂടെ ആ വാക്കിനകത്തേക്ക് ഒന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. വചനത്തിനകത്ത് മത്തായി സുവിശേഷം വായിക്കുമ്പോൾ അതിനകത്തൊരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഃഖം ലോകത്തിന്റെ വാക്കാണ്. ഭാഗ്യവാൻ യേശു പറഞ്ഞ ദൈവരാജ്യമാണ്. ദുഃഖം, ഈ ലോകത്തിന്റെ ദുഃഖം ലോകത്തിന്റെ അവസാനത്തെ വാക്കാണ്. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇനി മറ്റൊരു വഴിയും ഇല്ലെന്ന് പറഞ്ഞ നിൽക്കുന്ന മനുഷ്യന്റെ അകത്തേക്ക് യേശു ദൈവരാജ്യത്തെ തുറന്നു വയ്ക്കുകയാണ്. നീ ഭാഗ്യവാൻ. രാത്രി എത്ര പേരാ ആ തലത്തിനകത്ത് കയറുന്ന ഇറങ്ങുമ്പോഴാണ് ദുഃഖിക്കുന്നവരോട് യേശു പറയുകയാണ്: ഞാൻ നിന്റെ അകത്തൊരു ദൈവരാജ്യത്തെ തുറന്നു വെക്കുകയാണ്. അത് ആരംഭിക്കുന്നത് തന്നെ നിന്നോട് പറയുകയാണ്, നീ ഭാഗ്യവാൻ. അപ്പൊ ഞാൻ നിങ്ങളൊന്നുകൂടെ ആത്മാവിലൊന്ന് എൻകറേജ് ചെയ്യാൻ, നിങ്ങളെ ആത്മാവിലൊന്ന് കത്തിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഷീമോന്റെ പടകിലേക്ക് ഒന്ന് പോകാം. അവിടെ ചെല്ലുമ്പോ ഇന്ന് വരെ നമ്മൾ പ്രസംഗിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു വിഷയത്തെ ഇന്ന് രാത്രികാലം ഞാൻ തൊടാൻ വേണ്ടി പോവുകയാണ്. ഷീമോന്റെ പടക് പ്രസംഗ വേദിയായിട്ടുണ്ട്. ഒന്ന് കർത്താവിന്റെ പ്രസംഗ വേദിയായി. 2 ഷീമോന്റെ പടകിനകത്ത് കിട്ടിയ വലിയ പെരുത്ത മീൻകൂട്ടം അത് പ്രസംഗ വേദിയായിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് പുരുഷാരം ഇതുവരെയും ഒരു പ്രസംഗ വിഷയമായിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രികാലം ഞാൻ അവരെ കുറിച്ച് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ജനം യേശുവിന്റെ വചനം കേൾക്കുവാൻ അവൻ നിന്ന പടകിലേക്ക് തിരക്കിക്കൊണ്ടിരുന്നത്? ഞാനുകളെ വെൽക്കം ചെയ്യുന്ന സന്തോഷം ഞാനിപ്പോ അനുഭവിക്കുകയാണ്. എന്തുകൊണ്ട് ഇത്രയും ജനം യേശു നിന്ന പടകിന്റെ അടുക്കിലേക്ക് ഇടിച്ചു കയറിയത്? എന്തോ ഒരു കാര്യം അവർക്ക് മനസ്സിലായി. ലോകം തീർന്നു എന്ന് പറഞ്ഞെടുത്ത് നിന്ന് യേശു പറഞ്ഞു തുടങ്ങുകയാണ്. ലോകം അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് നിന്ന് യേശു പറഞ്ഞു തുടങ്ങുകയാണ്. ഒരു ഗുരുക്കന്മാരിലും കാണാത്തത്, ഒരു പരീക്ഷന്മാരിലും കാണാത്തത്, ഒരു ശാസ്ത്രിമാരുടെ അകത്തും കാണാൻ കഴിയാത്തത്, ഒരു പുരോഹിതന്മാരുടെ അകത്തും കാണാത്ത ഒരു പ്രത്യേകത അവർ യേശുവിൽ കണ്ടു. ലോകം തീർന്നു എന്ന് പറഞ്ഞെടുത്ത് നിന്ന് യേശു ദൈവരാജ്യത്തെ പറഞ്ഞു തുടങ്ങുകയാണ്.
ആമേൻ. ഹല്ലേലൂയ. ഓ, ഇന്ന് രാത്രിക്കാലം ഈ ദൈവിക വെളിപ്പാട് നിങ്ങൾ ഒന്ന് കത്തിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഒന്നുകൂടെ ഞാൻ ഒന്ന് പറയാം. ആമേൻ. അവിടെ മനസ്സ് തകർന്നു നിൽക്കുന്ന ഒരുവനോട് യേശു ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ അവ മനസ്സിലാക്കുകയാണ്, ആമേൻ, ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്തൊരു ഒരു 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 സന്തോഷം, മനസ്സിനൊരു ആശ്വാസം യേശുവിന്റെ വാക്ക് കേൾക്കുമ്പോൾ അവൻ ഉണ്ടാകുകയാണ്. അവനൊരു കാര്യം മനസ്സിലായി, ലോകം തീർന്നു എന്ന് പറഞ്ഞെടുത്തുനിന്ന് യേശു ദൈവരാജ്യത്ത് എന്റെ മേൽ തുറന്നു വയ്ക്കുകയാണ്. Hallelujah. Praise the Lord. ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ പറയുകയാണ്, യേശു വന്നത് നിങ്ങളുടെ മേൽ ദൈവരാജ്യത്തെ തുറന്നു വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ സ്തോത്രം, യേശു ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആ സ്തോത്രം ഒരിക്കൽ പത്രോസിനോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് നീ പറയുക എന്ന് പറഞ്ഞപ്പോൾ ആമേ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവപുത്രനായ ക്രിസ്തു തന്നെ. ആമേൻ. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിനകത്ത് യേശു ദൈവരാജ്യത്തെ കുറിച്ച് യോഹന്നാനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ആമേൻ. വിവിധ അപ്പോസ്തലന്മാർ ആമേൻ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. സ്തെഫാനോസ് പറയുകയാണ്, സ്വർഗം തുറന്നിരിക്കുന്നത്, ദൈവത്തിന്റെ വലത് ഭാഗത്ത് പുത്രൻ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. എന്താ ഇതിനർത്ഥം? യേശു നിങ്ങളുടെ അകത്തേക്ക് ദൈവരാജ്യത്തെ തുറന്നിരിക്കുകയാണ്. രാത്രികാലം നമ്മുടെ ആത്മീക തലമൊന്ന് മാറട്ടെ. എന്തുകൊണ്ട് ഇത്രയും ജനം യേശു പ്രസംഗിച്ച പടകിനകത്ത് തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു? 5000-ഓളം പുരുഷന്മാർ ആമേൻ. സ്തോത്രം. കണക്കെടുക്കുമ്പോൾ ഏകദേശം 20,000-ഓളം കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രായമായവരും മൊത്തത്തിൽ കൂട്ടുമ്പോൾ 20,000-ഓളം പേർക്ക് 5 അപ്പവും 2 മീനും വർദ്ധിച്ചു. എന്തുകൊണ്ട്? യേശുവിന്റെ മീറ്റിംഗിനകത്ത്, ശുശ്രൂഷയ്ക്കകത്ത്